ഞാൻ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഉപകാരം എന്നല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല. ഈ അടുത്ത ഇപ്പോൾ ഒരു രസമുണ്ടായി, നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ അന്ന് ഇലക്ഷൻ്റെ സമയത്താണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി മരിച്ചു. ആ ചേച്ചി മരിച്ചപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് ആശുപത്രിയിലേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ഓടിപ്പോവാ. അപ്പോൾ മനോരമ ചാനൽ വന്നിട്ട് ഇലക്ഷനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇതിലും വലിയൊരു പ്രശ്നമുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി സ്വന്തം പെങ്ങളെ പോലുള്ള ചേച്ചിയാണ്, അത് മരിച്ചു, അതിന് വേണ്ടി പോവാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് പേപ്പറിൽ കലാഭവൻ മണി ആ ചേച്ചിയെ സഹായിക്കാനായി പൈസ ആശുപത്രിയിൽ കൊടുക്കാൻ പോയി, തിരിച്ച് വീണ്ടും മണി മരിച്ച വീട്ടിലെത്തി എന്ന് പറഞ്ഞു. ഇത് പത്രത്തിൽ വന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ട് എഴുതണമല്ല, അത് സത്യസന്ധമായിട്ട് അവർ എഴുതി. ഇവിടെ ഒരു പോലീസിൽ പെട്ട ഒരാളാന്ന് പറഞ്ഞാൽ ആ പോലീസിൽ പെട്ട ഒരാൾ എൻ്റെ ആശുപത്രി വഴി ജംഗ്ഷനിൽ വന്നിട്ട് പുള്ളി ഒരു കടയിൽ വന്നിട്ട് വേറെ ആളെടുത്ത് പറഞ്ഞേക്കാം. അപ്പം എൻ്റെ ഒരു ബന്ധുക്കാരൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കലാഭവൻ മറ്റേ ഇവർക്ക് കാശ കൊടുത്ത് സഹായിച്ചു, പേപ്പറിൽ ന്യൂസ് വരാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പക്ഷെ എന്താണ് അന്ന് ഈ പറഞ്ഞ വ്യക്തികൾ ഒരു 10 ഉറുപ്പ്യ പോയിട്ട് ഒന്നും ഒരു തലോടാൻ പോലും പോകാറില്ല. ഞാൻ പറഞ്ഞത് ഈ നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ മതി. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സ് മരവെച്ച് പോവാണ്. അപ്പോൾ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് ഒരു കലാകാരനെ തളർത്താൻ 100 വട്ടം സഹായിക്കും എന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതൊന്നും എനിക്കൊരു തളർച്ചയാവില്ല. ഞാൻ നല്ല ആഴ്ന്ന വേരുള്ള മരത്തിൽ ജനിച്ച പുത്രൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് തട്ടിമറിഞ്ഞ് വീഴുമില്ല. അപ്പോൾ ഈ ഗോസിപ്പുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഗസിൻസൊക്കെ ഒരുവിധപ്പെട്ട് നമ്മൾ വായിക്കാത്തത്. നമ്മുടെ മലയാളത്തിൻ്റെ മാഗസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആണത്തമുള്ള മാഗസിൻസാണ്. അപ്പം നല്ല നല്ല വാർത്തകൾ അവർ എഴുതും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഗോസിപ്പുകൾ എഴുതുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു മറുപടി പറഞ്ഞാണ്. ഇനി മണിച്ചേട്ടാ, ഇപ്പോൾ മണിച്ചേട്ടൻ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഒരു പടമുണ്ട് മലയാളി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയും ഇഷ്ടപ്പെടുന്ന ഒരു കഥയുമാണ് മലയാളി എന്ന് പറയുന്നത്. ഈ സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ച് മണിച്ചേട്ടൻ്റെ മലയാളി എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു അഭിപ്രായം നേടാൻ കഴിയാവുന്ന ഒരു പടമാണ്. ഞാൻ അത്തരത്തിലുള്ള വേഷം വളരെ ചുരുക്കമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു നാട്ടിൻപുറത്തെ ഒരു പാടത്തൊക്കെ പണിയെടുക്കുന്ന ഒരു കർഷകൻ, അമ്മയും ചേച്ചിമാരെയും അനിയത്തിമാരെയും അനിയന്മാരെയൊക്കെ സ്നേഹിച്ച് നടക്കുന്ന നന്ദിലേടത്ത് മാധവൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഞാൻ ഒരു പക്വതയൊക്കെ എത്തി അഭിനയിക്കാൻ പറ്റാവുന്ന ഒരു റോളാണ് അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ആ പടത്തിൻ്റെ എഡിറ്റിംഗ് കണ്ട ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പടം ഇപ്പോൾ മെയ് മാസം റിലീസ് ഉണ്ടാവും. മെയ് ആണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല. മെയ്യിൽ തന്നെ റിലീസ് ഉണ്ടാവും. പിന്നെ നല്ല പാട്ടുണ്ട്, മോഹൻ സിത്താരയാണ്. ഞാനൊരു പാട്ട് പാടി. ഞാൻ വരി എനിക്ക് തന്നാരെ താരേ തന്നാരേ തന്താരി താരേ തന്തന്നാരേ തന്നാ താരേ തന്തിന്നാരോ തന്നാരി താരേ തന്തിന്നാരോ. അതെന്താ പൊന്നുരുളി മേലെ പൊന്തി വന്നേ. പൊന്നുരുളി മേലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുരുളി എന്ന് വെച്ചാൽ മറ്റേ ചന്ദ്രനില്ലേ, പൂർണ്ണചന്ദ്രൻ മേലെ പൊന്തി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നല്ല വരികൾ വെച്ചിട്ടാണ്. അതിൽ വിജയാമ്മയാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർട്ടിസ്റ്റ് ഉണ്ട്. മറ്റേ ജഗതി ചേട്ടനുണ്ട്, ജാഫ്രിഡിക്കുണ്ട്, ബിജുകൂട്ടനുണ്ട്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നല്ലൊരു പടമായിരിക്കും. എല്ലാവരും പടം കാണണം, മലയാളി കാണണം കേട്ടോ. നല്ല പടമായിരിക്കും തീർച്ചയായിട്ടും. കാര്യം മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മണിച്ചേട്ടൻ ഒരുപാട് നാടൻ പാട്ടിലൂടെ മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. പക്ഷേ റെഡ് സല്യൂട്ട് എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് മണിച്ചേട്ടനെ കുറിച്ച് ഒരു പാട്ട് ആ പാട്ട് കേട്ടപ്പോൾ നമുക്ക് തോന്നുകയാണ് അത് അലക്സാണ്ടറാണ് അതിൻ്റെ സംഗീതം. അപ്പം അത് ഞാനിപ്പോൾ വരി കേട്ടപ്പോഴേ പൈനാപ്പിൾ സുന്ദരനല്ല, മൽഗോവ മാമ്പഴമല്ല, നല്ല വരി. അത് എന്നെ കുറിച്ച് തന്നെ എഴുതിക്കണത്. പൈനാപ്പിൾ സുന്ദരനല്ല, മൽഗോവ മാമ്പഴമല്ല, മാനത്തല്ല കരിവീട്ടി കടഞ്ഞു മെനഞ്ഞതുപോലൊരു ചെകവനാണേ, കരിങ്കല്ല് പൊതിഞ്ഞൊരു തങ്ക മനസ്സുള്ള ചെങ്കരിരാണേ, നിറം കണ്ട് ഗുണം പറയല്ലേ, അടുത്താൽ അറിയാൻ കറപ്പിനും ഏഴഴകാണേ, ഇഷ്ടം ചങ്ങാത്തം കൂട്ടാണാവേശം, ഒറ്റക്കെട്ടായി നിന്നാൽ കയ്യിൽ കിട്ടും എന്തും കട്ടായം. ചണ്ടകട 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 ചണ്ടകട. നമുക്കപ്പം റെഡ് സല്യൂട്ടിൽ ആ പാട്ടൊന്ന് കണ്ടല്ലോ. തീർച്ചയായിട്ടും. മണിച്ചേട്ടാ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സിനിമയിലാകുമ്പോൾ അഭിനയം എന്ന് പറയുന്ന മത്സരിച്ചുള്ള അഭിനയങ്ങളൊക്കെ ചില മുഹൂർത്തങ്ങൾ വരാറുണ്ട്. അങ്ങനെ മണിച്ചേട്ടന് ഏതെങ്കിലും മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ആരെങ്കിലുമായിട്ടുള്ള അഭിനയത്തിന് നമ്മൾ ഇതിലിപ്പോൾ ഒരു എന്താ പറയുക, തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കും. പിന്നെ അതുമാതിരി KPC ലളിത ചേച്ചി,
എനിക്കങ്ങനെ വല്ലാണ്ട് അങ്ങനെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാനുള്ള വേഷങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു ഞാൻ. നമുക്ക് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആളായതുകൊണ്ട്. പക്ഷെ ചില ആളുകളുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ വളരെ നമുക്ക് തന്നെ മനസ്സ് കണ്ണ് നിറയാൻ പറ്റുന്ന അഭിനയങ്ങൾ അഭിനയിച്ചതും ലളിത ചേച്ചിയുടെ കൂടെ അഭിനയിച്ചപ്പോൾ പലപ്പോഴും ചേച്ചിയുടെ ചില റിയാക്ഷനൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊക്കെ അഭിനയം എത്രത്തോളം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആൾക്കാരാണ്. തിലകൻ ചേട്ടൻ പിന്നെ ഉള്ളപ്പോൾ ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കാൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോൾ എനിക്ക് അങ്ങനൊരു അഭിനയമല്ല എനിക്ക് കിട്ടിയത്. കാരണം ഒരു വില്ലനായിട്ട് കിട്ടിയത്. അപ്പോൾ വില്ലനാവുമ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടും ഭയങ്കര ഒച്ചപ്പാടും ബഹളം തിക്കും തിരക്കൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന വേഷമായതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അത്തരത്തിലുള്ളൊരു വേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കൂടെ. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിരുന്നു മായാ ബസാറിലെ ഒരു കഥാപാത്രം. അതെ 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 ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ്. ശരിയാണ്. എനിക്കതിനകത്ത് മായാ ബസാറിൽ സോങ്ങിൽ ഒരു രംഗം എനിക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയിട്ട് മമ്മൂക്കാനെ നോക്കി ഒരു ചിരി ഇരിച്ചിട്ട് പോണ രംഗം. അതുകൂടാതെ തന്നെ പിന്നെ ചേഞ്ച് വന്നിട്ട് അത് ഭയങ്കര രസമായ സ്ഥലമാണ്. അത് മായാ ബസാറിൽ ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഈ പെണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറകെ നടക്കുന്നത്. ആ പുറകെ നടക്കുമ്പോൾ മമ്മൂക്കാൻ്റെ അടുത്ത് പറഞ്ഞൊരു സീനിൽ മമ്മൂക്ക തന്നെ അഭിനയിച്ചപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹവും പിന്നെ അതുമാതിരി ഒരു അംഗീകാരമാണ്. അത് മമ്മൂക്കടയിൽ നിന്ന് കിട്ടുന്നത് വളരെ ഇതായിട്ട് തോന്നുന്നുണ്ട്. നന്നായി, വെരി ഗുഡ്. അതേമാതിരി തന്നെ ചോട്ട മുംബൈയിലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി തന്നെ, എന്താ മോനെ കലക്കിലോ, നന്നായില്ലോ 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 നന്നായിട്ടോ. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. മായാ ബസാറിൻ്റെ ക്ലിപ്പിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മായാ ബസാറിലെ മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിച്ച ആ രംഗത്തിൻ്റെ ഒരു ഭാഗം കാണാം. എന്നുവെച്ചാൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല നാച്ചുറൽ ഹാസ്യതാരങ്ങളായിരുന്നു ഉണ്ടായിരിക്കുന്നില്ല. ശങ്കരാടി ചേട്ടനായാലും പപ്പു ചേട്ടനായാലും അതുപോലെ അടൂർ ഫസി സാറായാലും ഇവരൊക്കെ ആണെങ്കിൽ പോലും മണിച്ചേട്ടനെ ഇവർ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഏതാണ് മണിച്ചേട്ടൻ? ശരിക്കും എനിക്ക് സ്വാധീനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടായിരുന്നത് പപ്പുവേട്ടനായിരുന്നു. പാവട്ടെ, ഇത്രയും നല്ലൊരു മനുഷ്യൻ, എന്താ പറയുക. പിന്നെ പ്രത്യേകിച്ച് കോഴിക്കോടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹം. അവർക്കൊരു എന്താ പറയുക, നമ്മളോട് സംസാരിക്കുമ്പോഴും ഹായ് മണിയേട്ട് എന്താണ് ഭയങ്കര ആത്മാർത്ഥയാണ്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തൊരു സ്നേഹമെന്ന് അറിയാം. അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളാണ് പപ്പേട്ടൻ. പപ്പേട്ടൻ ഇപ്പോൾ നമ്മളൊരുമിച്ച് ഷൂട്ടിങ്ങിനൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പപ്പേട്ടൻ പറയും, ഏഴോ നമുക്ക് പോയിട്ട് കുറച്ച് മാറ്റിക്കറി കിട്ടുമെന്ന് നോക്കടൂ, ആ വീട്ടിൽ ചോദിച്ചു നോക്കടൂ. അങ്ങനെ ആ വീട്ടിൽ ചെല്ലും, പപ്പേട്ടൻ മീൻകറി മേടിച്ചിരിക്കുന്നുള്ളതാണ്. അത് കൊടുക്കും ചെയ്യും. കാരണം പപ്പേട്ടനൊക്കെ ശരിക്കും ആ വീട്ടിലൊരു അംഗത്തെ പോലെ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പപ്പേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ അതിന് ശേഷം മറ്റേ നമ്മുടെ പപ്പേട്ടനോട് മണിച്ചേട്ടൻ വേഷം ഞാൻ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പപ്പേട്ടനോട് ഒരുപാട്. എനിക്ക് പപ്പേട്ടൻ്റെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മായപ്പൊന്മാൻ എന്ന് പറഞ്ഞ പടത്തിൽ ആളെ ഞാൻ എടുത്തു പൊക്കണ സീനുണ്ട്. എടുത്തു പൊക്കിയിട്ട് തല അതിൻ്റെ മുകളിൽ പോയി ഇടിച്ചിട്ട് വരുന്നൊരു സീനുണ്ട്. നമുക്ക് മറ്റേ മായപ്പൊന്മാനിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിലെ രംഗം കണ്ടു. പിന്നെ പപ്പേട്ടൻ മരിച്ചപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല. ഒരുവിധപ്പെട്ട ആളുകളും മരിക്കുമ്പോഴും നമുക്ക് മരണ വീട്ടിൽ പോകാൻ പറ്റാറില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോൾ മരിച്ചു കിടക്കുന്ന വീട്ടിലെ ദുഃഖം മൊത്തം മാറി പോണ്. കാരണം അവിടെ നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും ചിരിച്ചും കൈയടിച്ചും കാണുന്ന ആൾക്കാരെ ഇതേ മറ്റാൾ പറഞ്ഞിട്ട് അയ്യോ ഇടോ ഇത്. പക്ഷെ ആ ഒരു വീട് മരണ വീട് വല്ലാത്തൊരു അവസ്ഥയിലാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധപ്പെട്ട മരിച്ച വീടുകളിലൊക്കെ വളരെ അപൂർവം ഞാൻ പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതിന് എനിക്ക് പോകാനും പറ്റില്ല, പാവം. അല്ല, അങ്ങനെ എന്തോ താരം പോയിട്ട് പോലെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ആരാ ചോദിച്ചു, ചടങ്ങൊക്കെ അടിപൊളിയായില്ലെന്ന് ചോദിച്ചു. ചടങ്ങൊക്കെ അടിപൊളിയായില്ലെന്ന് പരിസരം മറന്ന് ചോദിച്ചു. മരിച്ച വീട്ടിലാണ് ചടങ്ങ് അടിപൊളിയായി. അടിപൊളി പരിസരം മറന്നു ചോദിക്കുന്നതുകൊണ്ട് താരമാകുന്നതിന് മുമ്പ് മിമിക്രിയിൽ ഒരുപാട് വേദികൾ മണിച്ചേട്ടൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് മണിച്ചേട്ടൻ പോയിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ മണിച്ചേട്ടൻ ഈ നാടകത്തിന് ഇടയ്ക്ക് വരുന്നൊരു രംഗമുണ്ട്. ഈ ഓഡിയൻസിനിടയിൽ നിന്ന് വന്നിട്ട് ഇടികൊണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തല്ലി കിട്ടിയപ്പോൾ അടുത്ത് ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് തലശ്ശേരി പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരാളെന്ന് പറഞ്ഞു, മണിച്ചേട്ടാ ഞാൻ അറിയോ, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ 1995 മണിച്ചേട്ടൻ കണ്ണൂര് മാഹിയില് പരിപാടിക്ക് വന്നപ്പോൾ ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ കള്ളുകൂടീൻ്റെ മാതിരി കയറി പോകേണ്ട രംഗം ഉണ്ടായിരുന്നു. അതിൽ അവിടുത്തെ ആളുകൾ എന്നെ അടിച്ച് നാശാക്കി. എനിക്ക് സ്റ്റേജിൽ ഓടി കയറി എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വീർത്ത്
എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞു, അയ്യോ അത് മിമിക്രിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. പിന്നെ ആളുകൾക്ക് മനസ്സിലായി, ദൈവമേ ഞങ്ങൾ തല്ലിലോ, മണിച്ചേട്ടാ സോറി കേട്ടോ, നന്നായിരുന്നു പരിപാടി, അടി കിട്ടിയിട്ട് നന്നായിരുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു ഐറ്റം തന്നെയാണ് ഗൾഫിൽ പോയപ്പോൾ എന്നെ ഒരു സിനിമാ താരമാക്കിയതും എന്നെ തിരിച്ച് ആൾക്കാർ അറിഞ്ഞതും ആ ഗൾഫ് ഷോയുടെ ഒറ്റ ഗുണം കൊണ്ട് മാത്രമാണ്. അതിനും ഗൾഫിലെ മലയാളികൾക്ക് ഒരുപാട് പങ്കുണ്ട്. ആ കുടിയൻ്റെ ഒരു ഐറ്റം തന്നെയാണ്, അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഈ കള്ളുകൂടിൻ്റെ ഐറ്റം ആദ്യം കൊണ്ടുവന്ന് ഞാനാണ്. അപ്പോൾ എന്തായാലും മണിച്ചേട്ടാ ഒരുപാട് വിശേഷങ്ങളായി, ഈ എപ്പിസോഡ് തീരാൻ സമയമായി. അപ്പോൾ എന്തായാലും എന്നും നമ്മൾ പറയുന്ന പോലെ, പാടുന്നത് പോലെ മണിച്ചേട്ടൻ്റെ ഒരു 2 വരി നാടൻ പാട്ട് ഏതെങ്കിലും. ഇപ്പോൾ പാടാൻ പറ്റിയ പാട്ട്, ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട്, സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ട. ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടര തള്ളയ്ക്ക് ഉറക്കമില്ല. ടാറിട്ട റോഡാണ്, റോഡിനരികാണ് വീടിനടയാളം ചീമക്കൊന്ന. പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. അപ്പോൾ ഒരു നല്ല ഉമ്മയുമായിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലേ മണിച്ചേട്ടാ? തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതേ സമയത്ത് കാണാം, വീണ്ടും കാണാം. 8:30 കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, താങ്ക് യു.